1 2 3 4 5 6 7 8 9 ദൈവമേ ഇവിടെ ഇല്ല ഇനി 10 11 12 ഇവിടെ ഇല്ല 13 14 15 16 17 18 19 20 ഇവിടെ വരും 21 ഓക്കെ ഇവിടെ ഉണ്ടാ 22 23 ഇനി ഇതിന്റെ മുകളിൽ എന്തോ 24 25 26 27 28 എന്റെ അമ്മ 32 ഇത്രയുള്ള ഒരു പ്ലാവില് 32 എണ്ണം. കൊള്ളാട്ടോ. എൻ്റെ ഈ കൂടെ കാണുന്ന ഈ ചക്കകളല്ലോ ആയുർജാക്ക് പ്ലാന്റുകളാട്ടോ. ആയുർജാക്ക് പ്ലാന്റിന് വലിയ ഹൈറ്റ് ഒന്നുമില്ല, വലിയ വണ്ണമൊന്നും വെക്കാനുള്ള. പക്ഷേ ഇതിൽ ഏറ്റവും കുറഞ്ഞത് 30ഓളം ചക്കകളുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഈ ഒരു പ്ലാന്റ് മൊത്തമായിട്ട് ഇതുപോലത്തെ 50 പ്ലാന്റുകളുണ്ട്. എല്ലാ പ്ലാന്റുകളിലും 30ഓളം ചക്കകളുണ്ട്. കാണാൻ അടിപൊളിയാണ്. നമ്മളെന്തായാലും കണ്ടിരിക്കേണ്ട കേട്ടോ. നമ്മൾ വെറുതെ സ്ഥലം കളയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് 1 ലക്ഷം രൂപ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടോ. സാറിൻ്റെ പേരെന്താ? എൻ്റെ പേര് ജോൺ സാർ. സാർ അപ്പോൾ ഈ ഒരു സ്ഥലം പറഞ്ഞേ. ഇത് കൂഴൂര് തുമ്പരശ്ശേരി ഭാഗമാണ്. മാള ബ്ലോക്കിൽ വരുന്ന കൂഴൂർ പഞ്ചായത്തിൽ വരുന്ന സ്ഥലമാണ്. ആയുർജാക്ക് ചക്ക പ്ലാന്റുകൾ ഉണ്ടല്ലേ? അതെ. ഇതെല്ലാം ഒരു 2 വർഷമായുള്ളൂ. ഇത് 2 വർഷമായിട്ടുള്ള ഈ സംഭവിച്ചിട്ടില്ല. 2 വർഷം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു 10 അടി മേളിൽ ഹൈറ്റ് ഉണ്ട്. 10 അടി മേളിൽ ഹൈറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വർഷം തന്നെ ഈ ഒരു 100 പ്ലാവിൽ നിന്ന് ഞങ്ങൾ ഈ കഴിഞ്ഞ നവംബർ ഡിസംബറിൽ 1 ലക്ഷം രൂപയുടെ ഇടിച്ചക്ക ഞങ്ങൾ കൊടുത്തതാണ്. ഇതാണ് ഇടിച്ചക്ക. അപ്പൊ ഇപ്പൊ വീണ്ടും അടുത്ത സെഷൻ ഉണ്ടാകാൻ തുടങ്ങുന്ന സമയമാണ്. ഓ അങ്ങനെ. അപ്പൊ ഇപ്പൊ പയ്യെ ഓരോരുത്തർ എല്ലായിടത്തും ചക്ക ആയി വരിക. ആദ്യത്തെ ഫലം ഉണ്ടായത് ഫസ്റ്റ് ഇയറിൽ തന്നെ ഞങ്ങൾക്ക് ഫലം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഫലം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ലോക്കലായിട്ട് ഇവിടെയൊക്കെ വിൽക്കുകയാണ് ചെയ്തത്. അപ്പുറമുണ്ടല്ലോ. അപ്പൊ എത്രത്തോളം കിലോ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഇത്? ആവറേജ് ഒരു 6 കിലോ ഒക്കെയാണ് വരുന്നത്. ചില ചക്കകൾ 10-12 കിലോ ഉണ്ടാകുന്നുണ്ട്. ചിലത് നമുക്കൊരു 3 കിലോയുടെ ചക്കയും വരുന്നുണ്ട്. അപ്പൊ പക്ഷെ ഇടിച്ചക്ക ആകുമ്പോ നമുക്കൊരു ഇതൊക്കെ ഒരു 3 കിലോ അല്ലേ? ഇതൊക്കെ ഒരു 3 കിലോ ഉണ്ട്. ഒരു ഇടിച്ചക്ക നമ്മൾ 1 കിലോയുടെ പ്രായത്തിലാണ് അവർ പറിച്ചുകൊണ്ട് പോകുന്നത്. അത് അവര് നേരെ ഡൽഹിയിലേക്കും കൽക്കട്ടയിലേക്കും ഇവിടുന്ന് തന്നെ പാക്ക് ചെയ്ത് പോകുന്നത്. അതേ വല്ല ടീമുകൾ വന്നിട്ട് എടുക്കുകയാണ്. നമ്മളിതൊന്നും അറിയാറില്ല. അവർ വന്നെടുത്തോണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് വേറെ ചിലവുകളൊന്നുമില്ല. നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളിതിന് ഡ്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ ഒക്കെ ഉണ്ട്. വേനൽക്കാലത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കും. പിന്നെ വളം ചെയ്യും. പിന്നെ ഇങ്ങനെ പുല്ലൊക്കെ വെട്ടിയിടും. പിന്നെ ഇങ്ങനെ പ്ലാവ് വെക്കുന്ന ഒരു രീതി. ഇടയ്ക്ക് ഒരു തോട് വേണം. വെള്ളം കെട്ടാൻ പാടില്ല. ഓ അങ്ങനെയുണ്ടല്ലേ. വെക്കാനുള്ള കാരണം ഞാൻ ഈ ആയുർജാക്കിനെ കുറിച്ച് കുറച്ച് വീഡിയോ കാണുകയും പിന്നെ ഇതിന്റെ ഫാം നമ്മൾ പോയി കുന്നംകുളത്ത് പോയി ഫാം സന്ദർശിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, സാർ എത്ര വേണമെങ്കിലും വെച്ചോ, എന്തോരം ചക്ക ഉണ്ടെങ്കിലും പുള്ളി എടുത്തോളാം. കാരണം പുള്ളിക്ക് എക്സ്പോർട്ടിന് ഭയങ്കര ഡിമാൻഡ്. പുള്ളി പറഞ്ഞു ഒരു കണ്ടെയ്നർ ചക്ക കിട്ടണമെങ്കിൽ നല്ല വാല്യൂ കിട്ടും, നല്ല വില കിട്ടും എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് നല്ല നന്നായി. അപ്പൊ നമ്മളത് അദ്ദേഹത്തിനോട് നമ്മൾ തൈ ആവശ്യപ്പെട്ടു. അദ്ദേഹം നല്ല തൈകൾ നമുക്ക് സെലക്ട് ചെയ്തു തന്നു. പിന്നീട് ഞങ്ങൾ ഇവിടെ ഒരു 100-200 തൈ ഇവിടെ കൊണ്ടുവന്നു. ഈ 100 എണ്ണം വെച്ചു. ഇത് എത്രത്തോളം സെന്റ് സ്ഥലത്തിന്റെ ആവശ്യമാണ്? ഇത് ഏതാണ്ട് ഒരു 55 സെന്റ് സ്ഥലമുള്ളൂ. 55 സെന്റ് 1 ലാഖ് റുപ്പീസ്. അത് ഇനി വരും വർഷങ്ങൾ കൂടുതൽ കിട്ടും. കാരണം ഇപ്പൊ പഴുത്ത ചക്ക ഇപ്പോഴും നമ്മൾ കിലോയ്ക്ക് 50 രൂപയായിട്ട് കൊടുക്കണം ഇപ്പോഴും. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് ഇവിടുന്ന് ഒരു ചക്ക വാങ്ങിയപ്പോ 10 കിലോ ഉണ്ടായിരുന്നു. 500 രൂപയ്ക്ക് ആള് മേടിക്കാൻ തയ്യാറാണ്. അപ്പൊ നമ്മളത് കാരണം അതിനത്ര മധുരമാണ്. കൊണ്ടുപോയ ആൾക്കാർ പിന്നെ വന്ന് ചോദിക്കും. ഈ ആയുർജാക്ക് പേര് യാതൊരു ബന്ധമൊന്നുമില്ല. അവര് ഇതിപ്പോ ഓരോരുത്തർ ഇതിന്റെ ഈ ബഡ് കൊണ്ടുവന്ന് അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് അവരവരുടേതായ ഒരു പേരെടുത്തായിരിക്കണം. ഇല്ലെങ്കിൽ എല്ലാം മലേഷ്യൻ പേരുകളാണ്. പക്ഷെ ഇതിപ്പോ ഒരു കേരള പേരായിട്ട് കേരള നെയിമിൽ വന്നിരിക്കുന്നത്. ആ കാണുന്ന കൊലയാണെങ്കിൽ പോലും അതിന് താങ്ങാനുള്ള ശേഷിക്ക് നമ്മൾ ഇടയ്ക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന ഇടിച്ചക്കയായിട്ട് കുറെ അങ്ങ് പോകും. വെയിറ്റില്ല. അപ്പൊ അതങ്ങ് പോയി കഴിയുമ്പോൾ അതിന് തോരണം നിർത്തും. ബാക്കിയുള്ള ഇടിച്ചക്കയായിട്ട് പോകും. പിന്നെ ഇടിച്ചക്കയ്ക്ക് പോകുമ്പോൾ അത് നല്ല ഷേപ്പുള്ള ചക്കകൾ അവർ എടുക്കുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ചക്കകൾ നമുക്ക് ഇവിടെ പഴുക്കാനായിട്ട് നിർത്താം. അതിന്റെ ഒരു നല്ല ഇപ്പൊ ഒരു ഫോട്ടോ നേരത്തെ അതിന്റെ എടുത്തായിരുന്നു, അവിടെ എടുത്തായിരുന്നല്ലോ. ഷേപ്പില്ല. ഇതുപോലെ ഒരേ ഇതിൽ വരുന്ന അതിന്റെ ഒരു വളവും തിരിവൊന്നും ഇല്ലാതെ നല്ല ഇതിൽ വരുന്ന ചക്കകൾ മാത്രമേ അവര് എക്സ്പോർട്ടിങ് എങ്ങോട്ടാ ശരിക്കും? അല്ല, എക്സ്പോർട്ടിങ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ധാരാളം എക്സ്പോർട്ട്. അപ്പൊ അവർക്ക് പക്ഷെ കണ്ടെയ്നർ പോലെ അത്രയും ക്വാണ്ടിറ്റി കിട്ടും. പിന്നെ ഈ കാണുന്ന 2 പ്ലാന്റ് എത്ര അടി വ്യത്യാസം? 10 അടി ഡിസ്റ്റൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ 10 അടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്രോപ്പുകൾ വേണമെങ്കിൽ കുരുമുളകൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ നമ്മളിപ്പം ഞങ്ങളിത് വെക്കാനുള്ള 2 കാരണമുണ്ട്.
ഇത് പ്രൂൺ ചെയ്യണം ഈ പ്ലാവ് ഇടയ്ക്ക്. പ്രൂൺ ചെയ്യാറുണ്ട്. പ്രൂൺ ചെയ്യണം, കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഒരുപാട് ഇല പിടിച്ച് പിന്നെ ഇത് മുകളിലോട്ട് പൊങ്ങിപ്പോയ വലിയ പാടാണല്ലോ. മേലോട്ട്. അപ്പൊ ഞാൻ ആട് കൃഷി ആദ്യം തുടങ്ങിയത്. അപ്പൊ ഇത് പ്ലാവ് കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ആടിന് ഒരു ഇല കിട്ടുമല്ലോ. അപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൂൺ ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇലയും കിട്ടും. അപ്പൊ നമ്മൾ ഇവിടുന്ന് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുറെ പ്ലാവുകൾ പ്രൂൺ ചെയ്ത് ആടിന് കൊടുക്കും. അപ്പൊ ആടിന് അത് വളരെ നല്ലത് പ്ലാവിന്റെ ഇല. അപ്പൊ നമുക്കൊരു മൾട്ടിപർപ്പസ് ആണ് സംഭവം. അത് വളരെ നല്ല ഒരു ഇതാണ്. അതുകൊണ്ട് പിന്നെ ഈ പ്ലാവ് ചക്ക ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ട് ഈ ഗൾഫിലേക്ക് ഇന്ന് വരുന്നവരും പോകുന്നവരും ഒക്കെ ഇവിടെ വരും, ചക്ക അന്വേഷിച്ച് വരും. അവർക്ക് ഈ ഓഫ് സീസണിൽ ചക്ക കിട്ടണമല്ലോ. എന്നും ഇവിടെ ചക്കയുണ്ട്. പ്രത്യേകിച്ച് സീസൺ ഇല്ല. സീസൺ അതായത് 2 സീസണിലാണ് ഫുൾ ആയിട്ടുണ്ടാവും. ഇനിയിപ്പോ ഒരു ചക്ക ഉണ്ടാകാൻ തുടങ്ങിയപ്പോ ഒരു ഓഗസ്റ്റ് വരെ നിറച്ച് ചക്കയാവും. പിന്നെ ഈ ഓഫ് സീസണിൽ ചക്ക ഉണ്ടാക്കിയപ്പോ നമുക്ക് കുറച്ചുകൂടി ലാഭം, കുറച്ച് വില കൂടും. പിന്നെ അത് ആളുകൾ കൂടുതൽ കറി പർപ്പസിനാണ് അന്നേരം അങ്ങനെ കഴിക്കാൻ വേണ്ടിയാണ് കൂടുതൽ മേടിക്കുന്നത്. പഴുത്തതിനാനല്ല കൂടുതൽ. പക്ഷെ എന്നാലും പഴുക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവും, കുഴപ്പമില്ല. ഈ ഒരു പ്ലാവിൽ തന്നെ ഇപ്പൊ നമ്മൾ നോക്കി എത്ര ചക്ക ഇതിനകത്ത് ഞാൻ ഒന്ന് എണ്ണാൻ പോണേ. എന്തായാലും ഒന്ന് എണ്ണാൻ പോണട്ടാ. 1 2 3 4 5 6 7 8 9 ദൈവമേ ഇവിടെ ഇല്ല. ഇനി 10 11 12 ഇവിടെ ഇല്ല. 13 14 15 16 17 18 19 20 ഇവിടെ വരും 21. ഓക്കെ ഇവിടെ ഉണ്ടാ 22 23. ഇനി ഇതിന്റെ മുകളിൽ എന്തോ 24 25 26 27 28 30 31. എന്റെ അമ്മ 32. ഇത്രയുള്ള ഒരു പ്ലാവില് ഇത്രയുള്ള ഒരു പ്ലാവില് 32 എണ്ണം. കൊള്ളാട്ടോ. ഇത് ഈ ഒരു ഇതിന്റെ സവിശേഷതയാണോ അതോ മറ്റു? ഇതിന്റെ സവിശേഷതയാണ്, ഈ പ്ലാവിന്റെ ഒരു സവിശേഷതയാണ്. കാരണം അത് 2 പ്രാവശ്യം നമുക്ക് ഇത്രയും ചക്ക പിന്നെ നമ്മളൊന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ 100 പ്ലാവിൽ നമുക്ക് ആവറേജ് ഒരു 20 ചക്ക വെച്ചൊരു കിട്ടിയ 2000 ചക്ക. പിന്നെ അല്ലാതെ ഒരു ചക്കക്ക് ഒരു 5 കിലോ വെച്ച് കണക്കാക്കിയാലോ × 50 250 രൂപ 200 രൂപ വെച്ച് കണക്കാക്കിയാൽ നമുക്ക് അതൊരു വലിയൊരു ബെനിഫിറ്റ് ആണ്. അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടും നമുക്ക് അല്ലേ. അതിന്റെ വലിയ ലേബർ കോസ്റ്റും ഇല്ല, വലിയ എഫർട്ടും ഒന്നും ഇല്ല. കാരണം ഇത് ഇടയ്ക്ക് വേനൽക്കാലത്ത് നനച്ചു കൊടുക്കണം, പിന്നെ പുല്ലൊക്കെ ചെത്തി വളമൊക്കെ ഇട്ട് കൊടുക്കണം, കുറച്ച് വളം ഇടണം. അല്ലാതെ മറ്റു കൃഷിയുടെ പോലെ നമ്മളിത് പറിക്കാൻ ഉണക്കാൻ അങ്ങനെയുള്ള വീട്ടുകാർക്കാണെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ ഇത്. അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഒരു 3-4 പ്ലാവ് വെച്ചാൽ മതി. അത്യാവശ്യം ഞാൻ എന്റെ വീടിന്റെ മറ്റേത് 7 സെന്ററിലോടത്ത് പ്ലാവ് വെച്ചിട്ട് ഇത്തവണ 19 ചക്ക അതുമുണ്ടായി. 19 വളരെ നല്ല. ഇത് ആലുവ ടൗണിൽ തന്നെയാണ്. അപ്പൊ ഇവരിത് ശരിക്കും പറഞ്ഞാൽ ഈ തൈ ഇവിടുന്ന് ഇപ്പൊ അതുകൊണ്ട് ആൾക്കാർ ഒരുപാട് പേര് വന്ന് മേടിച്ചോണ്ട് പോകുന്നുണ്ട്. അപ്പൊ കൊടുക്കാനുള്ള പ്ലാവ് തൈകൾ ഇതാണ്. ഇതിപ്പം രണ്ടാമത് റീപ്ലാന്റ് ചെയ്ത് ശരിയായി വരുന്നേ ഉള്ളൂ. റീപ്ലാന്റ് ചെയ്ത് ചെറിയ കവറിൽ നിന്ന് എടുത്ത് വലിയതിലേക്ക് ആക്കി 1 ഇയർ ആയിട്ടുണ്ടോ? 1 ഇയർ ആയിട്ടുണ്ട്. 1 ഇയർ അല്ല, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ 2 years ആയി. ഇത് ചെറിയ കവേഴ്സിൽ ഇവിടെ ഇരുന്ന് ഇവിടെ കയറിയാണ്ടിരുന്നിട്ട് ഇപ്പൊ നമ്മൾ വീണ്ടും വലിയ കവറിൽ മണ്ണൊക്കെ ഇട്ട് നമുക്ക് പണിക്കാരെ കിട്ടണമല്ലോ ചെയ്യാൻ. നമ്മുടെ പണി നഴ്സറി അല്ല, പക്ഷെ എന്നാലും ഞങ്ങൾ അത്യാവശ്യക്കാർക്ക് കൊടുക്കാനായിട്ട്. അതെ, അപ്പൊ ഇതിനകത്ത് വലുതാവുന്നത് നമ്മള് എല്ലാം ബഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ബഡിന്റെ താഴെ നിന്ന് മുളച്ച് വരുന്ന ചില പ്ലാവുകൾ ഉണ്ടാവും. അതൊന്നും നമ്മള് വിൽക്കില്ല, അതൊക്കെ നമുക്ക് കണ്ടറിയാം. ഇത് 500 rupees. 300 ഉണ്ടായിരുന്ന ഇതിന്റെ ചെറുതായിരുന്നു, അത് ചെറിയ കവറിലുമായിരുന്നു. ഇപ്പൊ വളമൊക്കെ ഇട്ട് വലുതാവാൻ വെച്ചിരിക്കുന്ന. ഇതിപ്പോ വിത്തിൻ ഒരു 2 മാസത്തിനുള്ളിൽ ഇത് അങ്ങ് പെട്ടെന്ന് വലുതായി വരും. ഇതൊരു ചുമന്ന ചുളയുള്ള പ്ലാവാണ്. മറ്റുള്ളതൊക്കെ ഒരു ഇതിപ്പോ 1 വർഷം ആയിട്ടുള്ളൂ വെച്ചിട്ട്. 1 വർഷമായിട്ടുള്ളൂ. ഇപ്പൊ ഇത് എത്ര നാൾ എടുക്കുമെന്ന് എനിക്കറിയില്ല ഇതിനെ കുറിച്ച്. ആക്ച്വലി 550 രൂപയുടെ പ്ലാവ് എന്ന് പറഞ്ഞാൽ ഇത്ര സൈസ് ആകുമ്പോഴേ കൊടുക്കാം നമ്മള്. ഇത്ര സൈസ് ആകുമ്പോൾ ഇപ്പൊ ഇതിലൊക്കെ ഉണ്ട് ചക്ക പൊടിഞ്ഞ കാണാൻ ഉണങ്ങുന്നത്. ഇത്ര സൈസ് ആകുമ്പോഴേ 550 രൂപ കൊടുക്കാം. അതിപ്പോ നമ്മൾ 4 feet മേളിലുണ്ട്. ഇത്ര ഉള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് 550. മറ്റേ നമ്മളിപ്പോ അങ്ങോട്ട് ആയി വരുന്നത് ഇപ്പൊ അതിലൊക്കെ ചക്ക പൊടിഞ്ഞു തുടങ്ങുന്നുണ്ട്. ചെറിയ ഞങ്ങളിവിടെ ജമന്തി ചെടി നട്ടായിരുന്നു. ഓണം മുഴുവൻ ഫുൾ ജമന്തി ചെടിയായിരുന്നു. നിറയെ പൂക്കളുണ്ടായിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ ഓണത്തിന് ഈ പ്ലാവ് വെച്ച വർഷം. ഈ കഴിഞ്ഞ വർഷം പിന്നെ ഞങ്ങൾ വെച്ചില്ല, കാരണം അതിന് വലിയ ഡിമാൻഡ് ഇല്ലായിരുന്നു. നമുക്ക് ആ ഒരു എക്കണോമിക് വർക്കൗട്ട് ചെയ്തില്ല.